ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം. കമൻ്റ് ഇടാൻ നിങ്ങൾ മറക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സ്റ്റോറി കേട്ടിട്ട് കമൻ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പുതിയ പാർട്ട് ഇടാനായിട്ട് ഒരു എൻകറേജ്മെൻ്റ് ആകും. അതുകൊണ്ടാണ് വേഗം കമൻ്റ് ഇട്ടോളൂ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 21ാമത്തെ പാർട്ടാണേ. ഫയലുകൾ നോക്കുന്നതിനിടയിൽ പാർവണ ഇടയ്ക്കിടയ്ക്ക് ശിവയെ നോക്കുന്നുണ്ട്. എങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഉച്ചയായിട്ട് ആ ഫയലുകളുടെ പകുതി പോലും പാർവണ നോക്കിക്കഴിഞ്ഞിരുന്നില്ല. ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് അവൾ ശിവയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ലാപ്പിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഫുഡ് കഴിക്കാൻ പോകട്ടെ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നുവെങ്കിലും അവൾ പേടികൊണ്ട് ചോദിച്ചില്ല. സത്യത്തിൽ പാർവണയുടെ കാര്യം ശിവയും മറന്നിരുന്നു. ശിവയ്ക്കുള്ള ഫുഡുമായി ഡ്രൈവർ വന്നപ്പോഴാണ് പാർവണ ഫുഡ് കഴിക്കാതെ ഇരിക്കുന്ന കാര്യം ശിവയും ഓർത്തത്. ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞല്ലോ, നീ കഴിക്കാൻ പോകുന്നില്ലേ? ശിവ പാർവണയെ നോക്കി ചോദിച്ചു. സാറെന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ലല്ലോ, അതാ ഞാൻ പോകാഞ്ഞേ. പാർവണ നിഷ്കുവായി പറഞ്ഞു. ടൈമായപ്പോൾ നിനക്ക് പോവായിരുന്നില്ലേ? ഞാൻ ആ കാര്യം മറന്നു. ഇനി എന്തായാലും ആ ഫയലുകളൊക്കെ ഷെൽഫിലേക്ക് വെച്ചിട്ട് നീ ഫുഡ് കഴിക്കാൻ പോക്കോ. അത് പറഞ്ഞ ശിവ അവൻ്റെ ക്യാബിനെ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ മാങ്ങാത്തലേൻ്റെ അന്ത്യം മിക്കവാറും എൻ്റെ കൈ കണ്ടായിരുന്നേ ആയിരിക്കും. മനുഷ്യന് ഇത്ര നേരം ഇവിടെ വാടി പോലെ ഇരുന്നിട്ട് മറന്നുപോയി പോലും. പാർവണ പിറുപിറുത്തുകൊണ്ട് ഫയലുകളെല്ലാം കബോർഡിലേക്ക് തിരികെ വെച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും രേവതിയുടെ സങ്കടം എല്ലാം മാറിയിരുന്നു. പാർവണിയും രേവതിയും ഓഫീസ് വിട്ട് ഇറങ്ങുമ്പോൾ ചെറിയ ഒരു മഴയുണ്ടായിരുന്നു. ഓഫീസ് ഗേറ്റ് കടന്നതും പാർവണ ഒരു ഓട്ടോയ്ക്ക് കൈകാട്ടി. അവർ ഇരുവരും ഓട്ടോയിൽ കയറി. ചേട്ടാ, ദാ ഇവിടെ നിർത്തിക്കോട്ടാ. പാർവണ അത് പറഞ്ഞ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ഒപ്പം രേവതിയും. ഇതെന്താ തുമ്പി ഇവിടെ നിർത്തിയേ? രേവതി സംശയത്തോടെ ചോദിച്ചു. നീ വാ, ഞാൻ പറയാം. പാർവണ ഓട്ടോക്കാരന് പൈസ കൊടുത്തുകൊണ്ട് പറഞ്ഞു. പാർവണ അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു പോയിരുന്നത്. അവൾ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് രേവതി അവിടെയുള്ള ചെയറിലിരുത്തി. നീ ഇവിടെ ഇരിക്കി, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം. ചേച്ചി, അപ്പം എല്ലാം പറഞ്ഞ പോലെ കേട്ടാ. ബ്യൂട്ടീഷ്യനോടും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. പാർവണ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു. വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി പോവാൻ നേരം തൻ്റെ ഒരു നേവി ബ്ലൂ കളർ ഫ്രോക്കും അതിന് മാച്ചായ ഓർണമെൻറ്റ്സും ഒരു കവറിലെടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാർവണ പിന്നീട് പോയത് ഒരു ടെക്സ്റ്റൈലിലേക്കാണ്. അവിടെ നിന്ന് ഒരു ബ്ലാക്ക് കളർ നെറ്റ് പാർട്ടി വെയർ സാരിയും റെഡിമെയ്ഡ് ബ്ലൗസും വാങ്ങി. മറ്റൊരു ഫാൻസി ഷോപ്പിൽ നിന്നും അതിന് മാച്ചായ ഓർണമെൻറ്റ്സും വാങ്ങി നേരെ പാർലറിലേക്ക് നടന്നു. പാർവണ പാർലറിൽ എത്തുമ്പോൾ ബ്യൂട്ടീഷ്യൻ രേവതി ഒരുക്കുന്ന തിരക്കിലായിരുന്നു. സൈഡ് ബ്രൈഡ് പോണിറ്റെയിൽ മോഡൽ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുഖത്ത് സിമ്പിൾ മേക്കപ്പ് ആണെങ്കിലും ഐസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാവ്, രേവതിയുടെ ലുക്ക് കണ്ട് പാർവണ പറഞ്ഞു. ഇപ്പം നിന്നെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. ഈ ലുക്കിൽ നിന്നെ കണ്ട എല്ലാവരും ഞെട്ടും. ചിലപ്പോൾ ആരെങ്കിലും കെട്ടിക്കൊണ്ടും പോവും. പാർവണ രേവതിയുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞു. വെറുതെ കളിയാക്കതടി, രേവതി കണ്ണൂറ്റിക്കൊണ്ട് പറഞ്ഞു. ഡ്രസ്സ് റെഡിയായോ? ബ്യൂട്ടീഷ്യൻ പാർവണയോടായി ചോദിച്ചു. ആ, റെഡിയായി, ദാ ഡ്രസ്സ്. അത് പറഞ്ഞ് ഷോപ്പിൽ നിന്നും വാങ്ങിയ കവർ പാർവണ ബ്യൂട്ടീഷ്യന് കൊടുത്തു. അവർ രേവതിയെയും വിളിച്ച് ഒരു റൂമിലേക്ക് പോയി. കുട്ടിയും പോയി ഡ്രസ്സ് ചെയ്യുന്നുള്ളൂ, അതാ റൂം. ഒരു റൂമിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബ്യൂട്ടീഷ്യൻ പറഞ്ഞതും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കവറും എടുത്ത് പാർവണ നേരെ റൂമിലേക്ക് പോയി. പാർവണ ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും രേവതി റെഡിയായിരുന്നു. ബ്ലാക്ക് കളർ സാരിയിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു. സാരിക്ക് മാച്ചായ വൈറ്റ് കളർ സ്റ്റോൺ വെച്ച മാലയും കമ്മലും വളയുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. മൊത്തത്തിൽ രേവതിയെ കാണാൻ അടാറ് ലുക്കായിരുന്നു. എൻ്റെ പൊന്നിനെ ആരും കണ്ണു വെക്കണ്ട, രേവതിയുടെ കവളി പിടിച്ചുകൊണ്ട് പാർവണ പറഞ്ഞു. എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ച, നീ എന്താ പഴയതിട്ടിരിക്കണേ? ഈ ഡ്രസ്സ് നല്ലതാണല്ലോ.
അവൾ തൻ്റെ ഫ്രോക്കിൽ പിടിച്ച് വട്ടം കറക്കിക്കൊണ്ട് പറഞ്ഞു. നല്ലതൊക്കെയാണ്, പക്ഷെ ഞാൻ പുതിയത് നീ പഴയതിടുമ്പോൾ. രേവതി മുഴുവൻ പറയുന്നതിന് മുമ്പേ പാർവണ അത് തടഞ്ഞു. നീ അതൊന്നും ആലോചിക്കണ്ട, അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അത് പറഞ്ഞ് അവൾ നേരെ ചെയറിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്ന് പാർവണയ്ക്ക് ചിക്നോൺ മോഡലിൽ മുടി കെട്ടിക്കൊടുത്തു. നേവി ബ്ലൂ കളർ ഫ്രോക്കും അതിന് മാച്ചായ കമ്മലും മാലയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ആ വേഷത്തിൽ അവളെ കാണാനും ഭംഗിയുണ്ടായിരുന്നു. എന്നാ നമുക്ക് പോവാം, ടൈം ആവാറായി, വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പാർവണ പറഞ്ഞു. എന്നാ ശരി പോവാ, പോട്ടെ ചേച്ചി. രേവതി ബ്യൂട്ടീഷ്യനോട് യാത്ര പറഞ്ഞു. പോകുന്നതിന് മുമ്പ് പാർവണ ബാഗിൽ നിന്നും പൈസ എടുത്ത് ബ്യൂട്ടീഷ്യന് നൽകിയിരുന്നു. ഓട്ടോ പിടിച്ചായിരുന്നു അവർ പാർട്ടി ഹാളിലേക്ക് പോയിരുന്നത്. എന്തിനാ തുമ്പി ഈ ഒരു പാർട്ടിക്ക് വരെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാ? രേവതി സംശയത്തോടെ ചോദിച്ചു. അതിൻ്റെ ആവശ്യം ഉണ്ട്, മിക്കവാറും അവൾ ഈ പാർട്ടിക്ക് വരും. അവളുടെ മുമ്പിൽ നീ ഇങ്ങനെ ചെന്നാൽ അവൾ ശരിക്കും ഞെട്ടും. അവൾ ഞെട്ടണം, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തേ. ആര് വരുന്ന നീ പറയണേ? ആ പെണ്ണ് തന്നെ, മേഘന. രാവിലെ അവൾ നിന്നെ പറഞ്ഞു ഓരോ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. കാരണം ദേഷ്യത്തോടായിരുന്നു അത് പറഞ്ഞിരുന്നത്. അപ്പോഴേക്കും അവർ പാർട്ടി നടക്കുന്ന ഹാളിൽ എത്തിയിരുന്നു. ഹാളിന് മുമ്പിൽ തന്നെ ദേവയും ശിവയും നിൽക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന രേവതിയെ കണ്ട ദേവയും ശിവയും ഒരേപോലെ ഞെട്ടി. പാർവണയും രേവതിയും ഒരു പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് നടന്നു വന്നു. ഓസം, രേവതിയെ നോക്കി ദേവ പറഞ്ഞതും രേവതിയുടെ മുഖത്ത് മറ്റെന്തോ ഭാവങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. നന്നായിട്ടുണ്ട് രേവതി, ശിവ അവളെ നോക്കി പറഞ്ഞു. പിന്നെ നന്നാവാതെ? ഞാനാണ് ഈ ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്തത്, അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവാതിരിക്കും? പാർവണ ഡ്രസ്സിന്റെ കഴുത്ത് പിടിച്ച് പൊക്കിക്കൊണ്ട് അഭിമാനത്തോടെ പറഞ്ഞു. തന്റെ ദേവുവിനെ കുറിച്ച് നേരം ഞാൻ എൻ്റെ ഒപ്പം കൂട്ടുന്നുണ്ടേ. കുറച്ച് ഗസ്റ്റ് വരും, അപ്പൊ എൻ്റെ എൻ്റെ കൂടെ തന്നെ വേണമല്ലോ. ദേവ പാർവണയെ നോക്കി പറഞ്ഞു. അതിനെന്താ സാർ, കൊണ്ടുപോക്കോ. അത് പറഞ്ഞ പാർവണ രേവതിയുടെ അടുത്തേക്ക് നീക്കി നിർത്തി. ഒപ്പം ഒരു കള്ളച്ചിരി ചിരിക്കുകയും ചെയ്തു. അത് കണ്ട് രേവതി അവളെ കണ്ണുറ്റി പേടിപ്പിച്ചു. ദേവ അകത്തേക്ക് നടന്നു. അവനൊപ്പം രേവതിയും ഹാളിലേക്ക് നടന്നു. നീ എന്താ രേവതിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ കൂടെ വന്നാണാ? ശിവ പാർവണയെ നോക്കി കളിയാക്കി ചോദിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്നെ കാണാൻ ക്യൂട്ടായിട്ടില്ലേ? അവൾ തൻ്റെ ഫ്രോക്കിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് ചോദിച്ചു. ഈ പച്ചക്കള്ളൊക്കെ നിന്നോടാരാ പറഞ്ഞേ? കണ്ടാലും മതി, പാടത്ത് കോലായിട്ട് കൊണ്ടുവയ്ക്കാം. ശിവ അത് പറഞ്ഞ് ഹാളിലേക്ക് നടന്നു. ഈ കോലൻ്റെ അന്ത്യം മിക്കവാറും എൻ്റെ കൈ കണ്ടിട്ടായിരിക്കും. ശിവ പോകുന്നത് നോക്കി പാർവണ പറഞ്ഞു. ശേഷം അവളും പാർട്ടി ഹാളിലേക്ക് നടന്നു. ദേവയുടെ ഒപ്പം രേവതിയെ പറഞ്ഞയച്ചെങ്കിലും പാർവണയ്ക്ക് എന്തോ അവിടെ ഒറ്റയ്ക്കായ പോലെ തോന്നി. അവൾ ആരോടും മിണ്ടാതെ പാർട്ടി നടക്കുന്ന ഹാളിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. കുറെ നേരം ഫോണിലെല്ലാം നോക്കിയിരുന്നു. സമയം എന്തോ പതിയെ പോകുന്ന പോലെ തോന്നി. സ്റ്റേജിനടുത്തായി ദേവയും അവനടുത്തായി രേവതിയും നിൽക്കുന്നുണ്ട്. ദേവ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഒപ്പം രേവതിയും അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. എങ്കിലും അവളുടെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് പാർവണയെ നോക്കുന്നുണ്ടായിരുന്നു. എന്തേ സമയം പോവാത്തെ? മനുഷ്യന് ബോറടിക്കാൻ തുടങ്ങി. പാർവണ താടിക്കും കൈ കൊടുത്ത് മനസ്സിൽ പെറുപെടുത്തതും തൻ്റെ തോളിൽ ആരോ തട്ടിയതും ഒപ്പമായിരുന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പക്ഷെ പിന്നിൽ ആരെയും കാണുന്നില്ല. ഇതാരെന്നെ തട്ടിയേ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവൾ തിരിഞ്ഞതും തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കണ്ണനെ കണ്ട് അവൾ ഞെട്ടി. കണ്ണ, നീ എന്തിവിടെ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അതെന്താ, എനിക്കിവിടെ വന്നൂടെ? കണ്ണൻ ഒറ്റപ്പുരുക ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പാർട്ടിയല്ലേ, അപ്പൊ നീ എങ്ങനെ വിളിക്കാത്ത പാർട്ടിക്ക് വന്നാണോടാ? പാർവണ കള്ളച്ചിരിയോടെ ചോദിച്ചു. വിളിക്കാത്ത പാർട്ടിക്ക് എൻ്റെ പട്ടി വരും. എന്നെ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ എവിടേക്ക് വന്നേ. ആരെ വിളിച്ച്? പാർവണ സംശയത്തോടെ ചോദിച്ചു. മറ്റാര്? നിന്റെ സാറ് തന്നെ. പിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് താങ്ക്സും പറഞ്ഞു. എൻ്റെ സാറോ? ശിവസാറാണോ? അവൾ വീണ്ടും ചോദിച്ചു. നോ, ശിവസാറല്ല, മറ്റൊരു സാറില്ലേ, ദാ ആ സാറ്. കണ്ണൻ സ്റ്റേജിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓ, ദേവസാറായിരുന്നോ? അവൾ സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു.
അതേസമയം സ്റ്റേജിൽ നിൽക്കുന്ന രേവതിക്ക് എന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇതുവരെ പരിചയമില്ലാത്ത ആളുകളും സ്ഥലമൊക്കെ ആയപ്പോൾ അവൾക്ക് എന്തോ വല്ലാത്ത ഒരു പരിഭ്രാന്തി തോന്നിയിരുന്നു. എന്താ രേവതി, എനിക്കും പ്രോബ്ലം? അവളുടെ മുഖഭാവം കണ്ട് ദേവ് ചോദിച്ചു. അത് പിന്നെ തുമ്പി അവിടെ ഒറ്റയ്ക്കായിരിക്കും, ഞാൻ കൂടി ഇല്ലെങ്കിൽ. അവൾ മുഴുവൻ പറയാതെ നിർത്തി. ഓ, ഇതാണോ കാര്യം? ശിവ, നീ പാർവണി ഒന്ന് വിളിച്ചിട്ട് വരുമോ? ദേവ ശിവയെ നോക്കി ചോദിച്ചു. ശിവയ്ക്ക് അത് തീരെ ഇഷ്ടമായില്ലെങ്കിലും ദേവ പറഞ്ഞതുകൊണ്ട് അവൻ പാർവണിയെ വിളിക്കാനായി അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. പാർവണിയുടെ അടുത്തെത്തിയ ശിവ കാണുന്നത് പാർവണിയും അവളുടെ അടുത്തിരുന്ന് എന്തൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്ന കണ്ണനെയുമാണ്. പാർവണ തൻ്റെ വലം കൈ കണ്ണൻ്റെ ഇടത് കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. അതുകൂടെ കണ്ടപ്പോൾ ശിവയ്ക്ക് എന്തോ വല്ലാത്ത ദേഷ്യം. അവൻ പോലും അറിയാതെ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അവൻ അതേ ദേഷ്യത്തിൽ തിരിച്ചു ദേവിയുടെ അരികിലേക്ക് തന്നെ നടന്നു. എന്താ ശിവ, നീ ഒറ്റയ്ക്ക്? പാർവണ എവിടെ? ദേവ ശിവയെ നോക്കി ചോദിച്ചു. ആ ചെക്കനാരെ പാർട്ടിക്ക് വിളിച്ച്? ദേവയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ശിവ ചോദിച്ചു. ഏത് ചെക്കൻ? ആ കണ്ണൻ. അവൻ എന്താ? ഓ, ആർദ്രവിന്റെ കാര്യമാണോ നീ പറയുന്നേ? അവനെ വിളിച്ചത് ഞാൻ തന്നെയാ. അവനും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് വിജയനെ ശ്രുതിയും കണ്ടുപിടിക്കാൻ പറ്റിയേ. അതുകൊണ്ടാണ് ഞാൻ അവനെയും കൂടെ വിളിച്ചത്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ശിവ? ദേവ സംശയത്തോടെ ചോദിച്ചു. പ്രോബ്ലോ? എനിക്കെന്താ പ്രോബ്ലം? അവൾ ആരോട് ചിരിച്ചാലും സംസാരിച്ചാലും എനിക്കെന്താ? അത് പറഞ്ഞ ശിവ അവിടെ നിന്നും പോയി. അവൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവാതെ ദേവ നിന്നു. കുറച്ചു കഴിഞ്ഞതും പാർട്ടി തുടങ്ങി. ദേവയുടെയും ശിവയുടെയും സ്പീച്ച് കഴിഞ്ഞതും ഹാളിൽ ഡിജെയും ഒപ്പം നീല വെളിച്ചവും പരന്നിരുന്നു. സാർ, ഞാൻ തുമ്പിയുടെ അടുത്തേക്ക് പൊക്കോട്ടെ? രേവതി ദേവിയോട് ചോദിച്ചു. പോയിക്കോളൂ. അത് കേട്ടതും അവൾ പാർവണിയുടെ അരികിലേക്ക് നടന്നു. ദേ, രേവതി വന്നല്ലോ. കണ്ണൻ രേവതി വരുന്നത് കണ്ടു പറഞ്ഞു. എൻ്റെ രേവു, നീ ദേവിടെയായിരുന്നു? ഇവിടെ മനുഷ്യൻ വിശന്നിട്ട് വയറ് കരിയാൻ തുടങ്ങി. പാർവണ വയറി കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ നമുക്ക് കഴിക്കാൻ പോയാലോ? കണ്ണൻ അവരിരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ വാ പോവാം. രേവതിയും അത് പറഞ്ഞതും അവർ മൂന്നും കൂടെ കഴിക്കാനായി നടന്നു. അവർ 3 പേരും പ്ലേറ്റുകളിൽ ഭക്ഷണം വാങ്ങിച്ച് ടേബിളിൽ വന്നിരുന്നു. ഫുഡ് കഴിക്കേണ്ട തിരക്കില്ലേ ഒരു കാര്യം പറയാൻ മറന്നു. ഇയാളെ കാണാൻ സൂപ്പറായിട്ടുണ്ട് കേട്ടാ. കണ്ണൻ രേവതിയെ നോക്കി പറഞ്ഞു. താങ്ക്സ്. രേവതിയും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവിടെ പോസ്റ്റ് പോലെ ഇത്രയും നേരം നിന്നോടൊപ്പം ഞാൻ ഇരുന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ. പാർവണ കണ്ണൂർ കൊട്ടിക്കൊണ്ട് കണ്ണനോട് പറഞ്ഞു. നീ എൻ്റെ മുത്തല്ലേ, പിന്നെ നിന്നോടത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കണ്ണൻ പാർവണയുടെ കവൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട രേവതി സംശയത്തോടെ പാർവണയെ നോക്കി. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ പാർവണ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കമ്പനിയിൽ ഒരു സ്റ്റാഫ് വന്ന് രേവതിയെ ദേവ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോയി. ഡി, എന്നാ ഞാൻ പൊക്കോട്ടെ? ഇപ്പൊ തന്നെ ലേറ്റായി. 8 മണി കഴിഞ്ഞാൽ പിന്നെ അമ്മ വീട്ടിൽ കയറ്റില്ല. അതുകൊണ്ട് വേഗം പോണം, കണ്ണൻ പറഞ്ഞു. എന്നാ ശരിടാ, ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോ വീടെത്താനാണാവോ. നീ എന്തായാലും പോയിക്കോ. അത് പറഞ്ഞ് പാർവണ ഹാളിന്റെ മുൻവശം വരെ പാർവണ കണ്ണന്റെ ഒപ്പം നടന്നു. കണ്ണൻ അവളോട് യാത്ര പറഞ്ഞ ശേഷം ബൈക്ക് എടുത്തു പോയി. അവൻ ഗേറ്റ് കടന്നു പോകുന്നവരെ അവനെ നോക്കി തന്നെ അവിടെ നിന്നു. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും പാർവണയുടെ ഫോൺ റിങ് ചെയ്തു. അടുത്ത് ഡിജെയുടെ ശബ്ദമായതിനാൽ അവൾ നേരെ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. അമ്മയാണ് വിളിക്കുന്നത്. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് അടുത്തുള്ള സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് ചെയറിലിരുന്നു. സന്തോഷത്തോടെയാണ് അവൾ കോൾ എടുത്തതെങ്കിലും പതുക്കെ മുഖത്തെ ചിരി കരച്ചിലേക്ക് മാറിയിരുന്നു. സോറി അമ്മ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പേടിയോണ്ട് അമ്മയോട് പറയാതിരുന്നേ, പ്ലീസ്. അവൾ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മ പ്ലീസ്, അമ്മ അങ്ങനെ പറയല്ലേ അമ്മ, പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്കമ്മ, പ്ലീസ് അമ്മ, അവൾ അപേക്ഷിച്ചു. എന്നാൽ അമ്മ അതൊന്നും കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തു.
അതുകൂടിയായതും സങ്കടം സഹിക്കാനാവാതെ അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു തോളിൽ തണുത്ത കരസ്പർശമേറ്റതും അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കി. ഇതുവരെ പരിചയമില്ലാത്ത 4-5 പേരായിരുന്നു അത്. മോളെ, എന്തവിടെ ഒറ്റയ്ക്കിരിക്കണേ? ഏട്ടന്മാര് കമ്പനി വരണ? ഒരു വഷളം ചിരിയോടെ കൂട്ടത്തിൽ ഒരുത്തൻ അവളെ നോക്കി ചോദിച്ചു. എനിക്ക് പോവണം, അത് പറഞ്ഞ് അവൾ സൈഡിലൂടെ പോവാൻ തുടങ്ങിയതും കൂട്ടത്തിൽ മറ്റൊരുത്തൻ അവളുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ മോളെ? സിഗരറ്റിന്റെ പുക അവളുടെ മുഖത്തേക്ക് ഊതിക്കൊണ്ട് അയാൾ പറഞ്ഞു. സിഗരറ്റിന്റെ മുഖത്തടിച്ചതും അവൾ പെട്ടെന്ന് ചുമക്കാൻ തുടങ്ങി. എന്റെ കൈന്ന് വിടുക! അവൾ അലറിക്കൊണ്ട് അവളുടെ കൈ വിടുവിക്കാൻ നോക്കി. ഇങ്ങനെ കടന്ന് കോറാതെ പെണ്ണേ! അവൻ ഒന്നുകൂടെ കയ്യിലെ പിടി മുറുക്കിക്കൊണ്ട് പറഞ്ഞു. നീ എന്റെ കൈന്ന് വിടുന്ന, അല്ലെങ്കിൽ എന്റെ കൈയിന്റെ ചൂട് നീ അറിയും. നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? എന്നാ നീ ഒന്ന് കാണിച്ചതാ. അയാൾ ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു പറഞ്ഞു. ഡാ! അതൊരു അലർച്ചയായിരുന്നു. അത് കേട്ടതും അവർ 4 പേരും ഞെട്ടി തിരിഞ്ഞു നോക്കിയതും തങ്ങളെ ദേഷ്യത്തോട് നോക്കുന്ന ശിവയാണ് കണ്ടത്. ഒരു കോള് വന്നപ്പോൾ സംസാരിക്കാനായി അവൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് പൂളിനടുത്ത് 4 പേർ നിൽക്കുന്നത് കണ്ടത്. തിരിച്ചു പോകാൻ ഒരുങ്ങിയ ശിവ എന്തുകൊണ്ട് അവൻ്റെ കാലുകൾ അവിടേക്ക് എന്നെ ചലിപ്പിച്ചു. അപ്പോഴാണ് അവരുടെ ഇടയിൽ നിൽക്കുന്ന പാർവണി അവൻ കണ്ടത്. കൂട്ടത്തിൽ ഒരാൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടുമുണ്ട്. ശിവ അവരുടെ അടുത്തേക്ക് അലറിയതും ആ 4 പേരും അവിടെ നിന്ന് ഓടിയിരുന്നു. എന്താ എന്താ പറ്റിയേ? ശിവ ടെൻഷനോട് ചോദിച്ചുവെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. ഇടയ്ക്ക് അവളിൽ നിന്നും തേങ്ങലുകൾ ഉയരുന്നുണ്ട്. ഡി, നിന്നോട് ചോദിച്ച എന്താ പറ്റിയെന്ന്? എന്തിനാ നീ അറിയണേ? അവര് നിന്നെ ഉപദ്രവിച്ച? ശിവ വീണ്ടും ചോദിച്ചു. അടുത്ത നിമിഷം പാർവണ കരഞ്ഞുകൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ശിവ ഞെട്ടിത്തരിച്ചു നിന്നു. അപ്പോൾ പുതിയൊരു പാർട്ടായിട്ട് നാളെ കാണാം. എല്ലാവരും കമന്റ് ഇടില്ലല്ലോ അല്ലേ? അപ്പോൾ ബൈ, ടാറ്റാ.